السلام عليكم ورحمة الله. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد. ബാബു മാ യഖൂലു ഇദാ ഖാമ മിനൽ ലൈൽ, രാത്രി തഹജ്ജുദിനു വേണ്ടിയും മറ്റും എഴുന്നേറ്റ് കഴിഞ്ഞാൽ ചൊല്ലേണ്ട ദിക്ർ ദുആകളെ കുറിച്ചാണ് പറയുന്ന ബാബ്. അൽ ഫസ്ലുൽ അവ്വലു, ഹദീസ് നമ്പർ 1211. عن ابن عباس رضي الله تعالى عنهما وعنهم أنه قال كان النبي صلى الله عليه وسلم إذا قام من الليل يتهجد. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റാൽ അവിടെ നിന്നായിരുന്നു ഖാല പറയുമായിരുന്നു. എന്താ പറയാ? എഴുന്നേറ്റിട്ട് ചൊല്ലാണ് അല്ലാഹുമ്മ ലക്കൽ ഹംദു. സാധാരണ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ ചെല്ലുന്ന ദിക്റുണ്ടല്ലോ, അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദ മാ അമാതനാ വഇലൈഹിൻ നുശൂർ എന്ന് തുടങ്ങുന്ന ദിക്റുകളുടെ പുറമെ പിന്നെ ചെല്ലും അല്ലാഹുമ്മ ലക്കൽ ഹംദു അൻത ഖയ്യിമുസ് സമാവാതി വൽ അർദ്. നീയാണ് ആകാശഭൂമികളുടെ കാര്യങ്ങളെ മുഴുവനും നിയന്ത്രിച്ച് നടത്തുന്നവൻ. ഖായിമു ബിഉമൂരിഹിമാ എന്നർത്ഥം. വമൻ ഫീഹിന്ന, ആകാശഭൂമികളിലുള്ള സകലമാന വസ്തുക്കളെയും നിയന്ത്രിച്ച് നിലനിർത്തുന്നവൻ നീ മാത്രമാണ്. വലക്കൽ ഹംദു, സർവസ്തുതിയും നിനക്ക് മാത്രമാണ്. അന്ത നൂറുസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികൾക്ക് നൂറ് നൽകുന്നവൻ നീയാണ്. ഒരർത്ഥം അങ്ങനെ. നൂറ് എന്ന് മസ്തർ പറഞ്ഞിട്ട് മുനവ്വിർ എന്ന് ഇസ്മ ഫായിലിന്റെ അർത്ഥം കൊടുക്കുക. ആകാശഭൂമികൾക്ക് പ്രകാശം നൽകുന്നവൻ നീയാണ്. അല്ലെങ്കിൽ വേണ്ട, നൂറ് സമാവാതി വൽ അർദ് എന്ന ആകാശഭൂമികളിൽ ഹക്കായവൻ നീ മാത്രമാണ്. അങ്ങനെ അർത്ഥമുണ്ട്. നൂറ് എന്ന് പറയുന്നത് ഹക്കാണ്, വാജിബുൽ വുജൂദാണ്. വുജൂദ് നൂറാണെങ്കിൽ അദ്മ് ഗുൽമത്താണ്. അപ്പൊ ആകാശഭൂമികളുടെ സകലത്തിന്റെയും വാജിബുൽ വുജൂദായവൻ നീ മാത്രമാണ്, ഹക്ക് നീ മാത്രമാണ് എന്നർത്ഥം വീണ്ടും വരും. വലക്കൽ ഹംദു അൻത മലികുസ് സമാവാതി വൽ അർളി വമൻ ഫീഹിൻ, ആകാശഭൂമികളുടെയും അതിലുള്ള ചരാചരങ്ങളുടെയും ഭരണാധികാരി, രാജാവ് നീ മാത്രമാണ്. വലക്കൽ ഹംദു അന്തൽ ഹഖു, നീ മാത്രമാണ് ഹക്ക്, സ്ഥിരമായ സത്യം, മാറ്റമില്ലാത്തവൻ എന്നർത്ഥം. വവാദുക്കൽ ഹഖു, നീ ചെയ്ത വാഗ്ദാനങ്ങളെല്ലാം സത്യസമ്പൂർണമാണ്. വലിഖാഉക ഹഖ്, നാളെ പരലോകത്ത് നിന്നെ അഭിമുഖീകരിക്കേണ്ടി വരും എന്നതും 100% സത്യമാണ്. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഒരാൾക്കും കഴിയില്ല. വഖൗലുക ഹഖ്ഖുൻ, നീ പറഞ്ഞതെല്ലാം പൂർണ്ണമായും ഹക്കാണ്, സത്യമാണ്. വൽ ജന്നത്തു ഹഖ്ഖുൻ, മുഅ്മിനീങ്ങൾക്ക് കിട്ടുന്ന സ്വർഗം എന്നത് സത്യമാണ്. വന്നാറു ഹഖ്ഖുൻ, കാഫിരീങ്ങൾക്കും അസിയത്ത് കൊണ്ട് കുറ്റവാളികളായവർക്ക് അഫു വരാതിരുന്നാലുള്ള നരകം അതും ഹക്കാണ്. വന്നബിയൂന ഹഖ്ഖുൻ, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം തൊട്ട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയുള്ള അമ്പിയാക്കളെല്ലാം സത്യവാൻമാരാണ്. അതൊക്കെയും നീ അയച്ച ഹക്കായ ദീന് ഈ ലോകത്ത് പ്രചരിപ്പിക്കാൻ വന്ന സത്യസന്ധന്മാരാണ്. മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലം ഹക്ക്, പ്രത്യേകിച്ച് അമ്പിയാക്കളുടെ സയ്യിദായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 100% ഹക്കാണ്. വസ്സാഅത്തു ഹക്ക്, ഈ ലോകം അവസാനിക്കുന്ന ഒരു അന്ത്യനിമിഷം എന്നത് സത്യമാണ്. അല്ലാഹുമ്മ ലക അസ്ലംതു, നിനക്ക് മാത്രം ഞാൻ എന്നെ പൂർണ്ണമായി സമർപ്പിച്ചു. വബിക ആമന്തു, നിന്നെ കൊണ്ട് മാത്രം ഞാൻ ഈമാൻ കൊണ്ടു. വഅലൈക തവക്കൽതു, എന്റെ എല്ലാ കാര്യങ്ങളും നിന്റെ മേൽ ഞാൻ തവക്കുലാക്കി. വഇലൈക അനബ്തു, നിന്റെ പൊരുത്തത്തിന്റെ വഴികൊള്ള ഞാൻ മടങ്ങി. വബിക ഖാസംതു, ശത്രുക്കളുമായി ഞാൻ തർക്കത്തിലേർപ്പെടുന്നത് നിന്റെ സഹായം കൊണ്ട് മാത്രമാണ്. വഇലൈക ഹാകംതു, എല്ലാ വിധി തീരുമാനങ്ങളും
നിന്നിലേക്ക് ഞാൻ അർപ്പിക്കുന്നു, നീയാണ് യഥാർത്ഥ വിധികർത്താവ്. അതുകൊണ്ട് ഫഗ്ഫിർലി, എനിക്ക് നീ പുറത്തു തരണമേ, മാ ഖദ്ദംതു എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ട സമയത്തിന് മുമ്പ് മുന്തിക്കാൻ പാടില്ലാത്തതിനെ മുന്തിച്ചതിനാലോ, വമാ അഖർതു പിന്തിക്കാൻ പാടില്ലാത്തതിനെ പിന്തിച്ചാലോ വരുന്ന ശിക്ഷ. ഒരു സംഗതി അതിന്റെ സമയത്താണല്ലോ ചെയ്യുന്നത്. കാരണം കൂടാതെ മുന്തിക്കാനും പാടില്ല, പിന്തിക്കാനും പാടില്ല, രണ്ടും തെറ്റാണ്. വമാ അസ്റർതു, ഞാൻ രഹസ്യമായി മറ്റാരും അറിയാതെ സ്വകാര്യമായി ചെയ്തതിനാൽ വന്ന തെറ്റും. വമാ അലൻതു, ഞാൻ പരസ്യമായി ചെയ്തതിനാൽ വന്ന തെറ്റും. വമാ, ഒരു തെറ്റുകളെല്ലാം അൻത അഅലമു ബിഹി മിന്നി, എന്നേക്കാൾ ആ തെറ്റുകുറ്റങ്ങൾ നീയാണല്ലോ ഏറ്റവും സൂക്ഷ്മമായി അറിയുന്നവൻ. അഥവാ എല്ലാ തെറ്റുകുറ്റങ്ങളെയും നീ എനിക്ക് പുറത്തു തരണമേ. അന്തൽ മുഖദ്ദിമു, ചില ആളുകളെ ഉന്നതമായ സ്ഥാനത്തേക്ക് ഉയർത്തുന്നവൻ നീ മാത്രമാണ്. വഅന്തൽ മുഅഖിറു, ചില ആളുകളെ അങ്ങേയറ്റം താഴ്ന്ന അവസ്ഥയിലേക്ക് തരം താഴ്ത്തുന്നവനും നീ മാത്രമാണ്. നിലനെ കൊടുപ്പാനും നിലനെ കളവാനും നായന്നവർക്ക് അനുവാദം കൊടുത്തോവർ എന്ന് പറഞ്ഞതിന്റെ ആശയാണ്. എന്ന് പറഞ്ഞാൽ നിലനെ കൊടുക്കുന്നവനും അല്ലാഹുവാണ്, നിലനെ കളയുന്നവനും അല്ലാഹുവാണ്. അതിന് ചില സബബുകൾ അല്ലാഹു തആല വെച്ചിട്ടുണ്ട്. ആ സബബുകളിൽപ്പെട്ട ഒരു സബബാണ് ശൈഖ് തങ്ങൾ. അതുകൊണ്ട് മുഖദ്ദിമും മുഅഖിറും അല്ലാഹ് എന്ന് വരുന്നില്ല. മുഖദ്ദിമും മുഅഖിറും അല്ലാഹു മാത്രമാണ്. അല്ലാഹു തആല ഈ തഖ്ദീമും തഅഖീറും ചില സബബുകളിലൂടെയാകും. അങ്ങനെ ലാ ഇലാഹ ഇല്ലാ അൻത, ഇബാദത്ത് എന്ന് പറയുന്ന അങ്ങേയറ്റത്തെ വണക്കം ചെയ്യപ്പെടാൻ അർഹതപ്പെട്ടവൻ നീയല്ലാതെ മറ്റൊരാളും തന്നെയില്ല. വലാ ഇലാഹ ഗൈറുക, പടച്ചവനെ നീയല്ലാതെ ഇബാദത്തിന് അർഹതപ്പെട്ട ഹക്കായവൻ മറ്റാരും തന്നെയില്ല എന്ന് പറഞ്ഞാൽ എല്ലാ നഫ്ഇന്റെയും എല്ലാ ദർറിന്റെയും മാലിക്കായിട്ട് നീ മാത്രമാണ്. മുത്തഫഖുൻ അലൈഹി. ഇങ്ങനെ ദുആ ചെയ്യുമായിരുന്നു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. എന്നും തഹജ്ജുദിന് എഴുന്നേറ്റാൽ ചെയ്യുന്ന ദുആ ആണ്. അപ്പൊ അത് തഹജ്ജുദിന് എഴുന്നേറ്റവർ പതിവാക്കൽ സുന്നത്തുണ്ട്. ഈ ഹദീസ് ഇമാം ബുഖാരി 1120 നമ്പറായിട്ട് സഹീഹ് റിവായത്ത് ചെയ്ത, മുസ്ലിം 199 769 നമ്പറായിട്ട് ഇമാം ബുഖാരിയും മുസ്ലിമും റിവായത്ത് ചെയ്ത ഹദീസാണ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ദുആ ആണത്, എഴുന്നേറ്റാൽ ആദ്യം ചെയ്യേണ്ടത്. എന്ന് പറയുമ്പോൾ എന്നും ഉറക്കുന്നുണരുമ്പോൾ ചൊല്ലേണ്ട ദിക്റുണ്ട്, അതിന്റെ ഫോർമറ്റ് ചെയ്യുന്നതാണ്. 1112 عن عائشة رضي الله تعالى عنها قالت كان النبي صلى الله عليه وسلم إذا قام من الليل, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി രാത്രി എഴുന്നേറ്റാൽ അവിടെ നിന്ന് വായിരുന്നു. എന്തായിരുന്നു ഇഫ്തത സ്വലാത്തുഹു, നിസ്കാരത്തിന് വേണ്ടി തക്ബീർ കെട്ടിക്കഴിഞ്ഞാൽ ഫഖാല, അവിടെ നിന്ന് ചൊല്ലും അല്ലാഹുമ്മ റബ്ബ ജിബ്രീല വമീകായീല വഇസ്റാഫീല ഫാത്തിറസ് സമാവാതി വൽ അർളി ആലിമൽ ഗൈബി വശഹാദതി അൻത തഹ്കുമു ബൈന ഇബാദിക ഫീമാ കാനൂ ഫീഹി യഖ്തലിഫൂൻ ഇഹ്ദിനി ലിമാ മഖ്തുലിഫ ഫീഹി മിനൽ ഹഖ് ബിഇദ്നിക എന്ന് ചൊല്ലുമായിരുന്നു. തീർന്നില്ല. ഇന്നക തഹ്ദീ മൻ തശാ ഇലാ സിറാത്തിൻ മുസ്തഖീം. അങ്ങനെ ഇമാം മുസ്ലിമിന്റെ റിവായത്താണ് ഹദീസ്. മുസ്ലിം 201 771 എന്താ അറിയണത്? തുടങ്ങും ചില്ല അല്ലാഹുമ്മ റബ്ബസ് ജിബ്രീല, ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ രക്ഷിതാവാവുന്ന യജമാനനായ അല്ലാഹുവേ, മീകായിൽ അലൈഹിസ്സലാമിന്റെയും ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെയും എന്ന് പറഞ്ഞാൽ അവരെ തവസ്സുലാക്കണം. എല്ലാരും റബ്ബ് തന്നെയാണല്ലോ അല്ലാഹു തആല. അള്ളാഹു ആദരിച്ച ഏറ്റവും ബഹുമാനം കൊടുത്ത മലക്കുകളുടെ ലീഡർമാരാണ് അപ്പറഞ്ഞ മൂന്നാളുകളും. അവരുടെ റബ്ബ് എന്ന് പറയുമ്പോൾ അവർക്ക് റബ്ബിന്റെ അടുക്കലുള്ള പ്രത്യേകമായ മക്കാനത്ത്, ദറജ, അതിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിലേക്ക് തവസ്സുലാക്കുകയാണ് ചെയ്യുന്നത്.
പിന്നെ ഫാത്തിറസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ ഒരു പൂർവ്വ മാതൃകയില്ലാതെ അത്ഭുതകരമായി സൃഷ്ടിച്ച് സംവിധാനിച്ചവനാണ്. ആലിമൽ ഗൈബി വശഹാദ, ദൃശ്യവും അദൃശ്യവുമായ എല്ലാം അറിയുന്നവൻ. അള്ളാഹ്ക്ക് ദൃശ്യം അദൃശ്യം എന്ന് പറഞ്ഞിട്ട് രണ്ടില്ല. നമ്മൾ പടപ്പുകളെ സംബന്ധിച്ച് ദൃശ്യമായതും അദൃശ്യമായതും അള്ളാഹുവിനെ സംബന്ധിച്ച് എല്ലാം ഒരുപോലെ അറിയും. കാരണം അള്ളാഹു തആലക്ക് അങ്ങനെ രണ്ടില്ല. എന്നാ പിന്നെ അള്ളാഹു തആല ആലിമുൽ ഗൈബാണെന്ന് ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടില്ലേ? എന്ന് പറഞ്ഞാൽ നമ്മളെ തത്വൈബായത് അള്ളാഹ്ക്ക് അറിയുന്നു എന്നേക്ക് തന്നെ നമുക്ക് ദൃശ്യമായതും അദൃശ്യമായതും എല്ലാം അള്ളാഹു തആലക്ക് ഒരു വ്യത്യാസവും ഇല്ലാതെ അറിയും. എല്ലാം അള്ളാഹുവിന്റെ അടുക്കൽ ഒരേ അവസ്ഥയിലാണ്. അൻത തഹ്കുമു ബൈന ഇബാദിക, നിന്റെ അടിയാറുകൾക്കിടയിൽ നീയാണല്ലോ റബ്ബേ വിധി കൽപ്പിക്കുന്നവൻ. എന്തിന്? ഫീമാ, ഒരു ഹക്കിന്റെ കാര്യത്തിൽ, കാനു ആ അടിയാറുകളായിരിക്കുന്നു, ഫീഹി ഹക്കിന്റെ കാര്യത്തിൽ യഖ്തലിഫൂൻ ഭിന്നിച്ചിരിക്കുന്നു. ഏതാണ് സത്യദീൻ, ഏതാണ് പഴച്ചദീൻ എന്ന് ഓരോരുത്തരും പറയുന്നത് ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പ്. എല്ലാവരും പറയുന്നത് നമ്മളെടുത്തതാണ് സത്യം, ബാക്കിയൊക്കെ തെറ്റാണ്. എന്നാൽ അത് ആരതാണ് ശരി ആരതാണ് തെറ്റ് എന്ന് വിധി കൽപ്പിക്കുന്നവൻ നീയാണ്. നാളെ പരലോകത്ത് ഹക്കിനെ സ്വീകരിക്കുകയും അവർക്ക് പ്രതിഫലം കൊടുക്കുകയും ബാത്തിലിനെ തള്ളിക്കളയും അതിന് ശിക്ഷിക്കുകയും ചെയ്യുമ്പോൾ തിരിമേതായിരുന്നു ഹക്ക്. അപ്പൊ ഹക്ക് ബാത്തിലിനെ വേർതിരിക്കാനുള്ള അധികാരം നിനക്ക. നീ ഹക്കാണെന്ന് പറഞ്ഞത് ഹക്ക്, നീ ബാത്തിലാണെന്ന് പറഞ്ഞത് ബാത്തിൽ. അതുകൊണ്ട് ഇഹ്ദിനി, പടച്ചോനെ എന്നെ നീ ഹിദായത്താക്കണം എന്ന് പറഞ്ഞാൽ നേർവഴിയിലേക്ക് ചേർക്കണം. ലിമാ, ഒരു കാര്യത്തിൽ ഉഖ്തുലിഫ ഫീഹി മിനൽ ഹഖ്, സത്യമാർഗം ഏതാണെന്ന് ജനങ്ങൾക്കിടയിൽ ഭിന്നമഭിപ്രായമാക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനത്തെ കാര്യത്തിൽ ഹക്കിലേക്ക് നീ എന്നെ ഹിദായത്താക്കണം. ബിഇദ്നിക, നിന്റെ തൗഫീഖ് ഖദാഅ് കൊണ്ട്. ഇന്നക തഹ്ദീ, നീ മാത്രമാണല്ലോ ഹിദായത്തിലാക്കുന്നവൻ. മൻ തശാഉ, നീ വേണ്ടിവെച്ചവരെ, ഇലാ സിറാത്തിൻ മുസ്തഖീം, ചൊവ്വായ മാർഗത്തിലേക്ക് ഹിദായത്താക്കുന്നവൻ നീ മാത്രമാണ്. അതായത് ഹിദായത്തിനെ പടച്ചു കൊടുക്കുന്നത് നീയാണ്. അതേസമയത്ത് നബി തങ്ങളെ പറ്റി പറഞ്ഞല്ലോ, ഇന്നക തഹ്ദീ ഇലാ സിറാത്തിൻ മുസ്തഖീം, നേരായ വഴിയിലേക്ക് തങ്ങൾ ഹിദായത്താക്കുന്നവന് വഴി കാണിക്കുന്ന, നേരായ വഴിയിലേക്ക് വഴി കാണിക്കും നബി തങ്ങൾ. അല്ലാഹു തആല വഴി കാണിക്കല്ല ചെയ്യുന്നത്, അല്ലാഹു തആല ആ മാർഗത്തിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്, ഹിദായത്തിനെ പടച്ചു കൊടുക്കുകയാണ്. റവാഹു മുസ്ലിം. 1213 عن عبادة بن الصامت رضي الله تعالى عنهم أنه قال قال رسول الله صلى الله عليه وسلم من تعار من الليل, ഒരാൾ രാത്രി ഉറക്കിൽ നിന്നിട്ടും ഉണർന്നു. ഇവിടെ മൻ തആറ എന്ന് പറഞ്ഞാൽ ഇന്തബഹ മിനൻ നൗമി എന്ന്. ഇനി വേറൊരു അഭിപ്രായമുണ്ട്, തകല്ലബ ഫീ ഫിറാശിഹി, ഉറക്കത്തിൽ ഇങ്ങനെ ഉണർന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കിടക്കുമ്പോഴും തആറ എന്ന് പറയും. രണ്ടപ്പുറം ചില സുന്നത്തുണ്ട്. അപ്പോ രാത്രി ഉറക്കം ഉണർന്നു കഴിഞ്ഞാൽ ഫഖാല, ഉണർന്ന മനുഷ്യൻ പറയുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് ചൊല്ലിയിട്ട് സുമ്മ ഖാല റബ്ബി ഗ്ഫിർലി എന്ന് ചൊല്ലി. ഒരു റിവായത്തിൽ അങ്ങനെയുള്ളത്. ഔ ഖാല, റാവിന്റെ സംശയം. സുമ്മ ദഅ, പിന്നീട് അവൻ ദുആ ചെയ്താൽ ഉസ്തുജീബ ലഹു, ആ ദുആക്ക് അവന് ഉത്തരം ലഭിക്കും. ഇതിപ്പോ എഴുന്നേറ്റ് ഇരുന്ന് ഉടനെ ചെല്ലുന്നതാണ്. ഫൈൻ തവല്ല, അവിടുന്ന് എഴുന്നേറ്റ് വുളൂ ചെയ്തു. വസല്ല, എന്നിട്ട് തഹജ്ജുദ് നിസ്കരിച്ചാൽ ഖുബിലത്ത് സ്വലാത്തുഹു, അവന്റെ നിസ്കാരം സ്വീകരിക്കപ്പെടുകയും ചെയ്യും. അതും എഴുന്നേറ്റ് എന്ന് ചെല്ലേണ്ടതാണ്. റവാഹുൽ ബുഖാരി, ഇമാം ബുഖാരിയുടെ റിവായത്താണ് ഈ ഹദീസ്. ഇമാം ബുഖാരി തന്റെ സഹീഹിൽ 1154 നമ്പറായിട്ട് റിവായത്ത് ചെയ്ത ഹദീസാണ്. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله. السلام عليكم ورحمة الله. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله. ما بعد. الفصل الثاني, حديث نمبر 1214.
عن عائشة رضي الله تعالى عنها وعنهم أنها قالت كان رسول الله صلى الله عليه وسلم إذا استيقظ من الليل തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രി ഉറക്കമുണർന്നാൽ അവിടെ നിന്നായിരുന്നു കാല പറയുമായിരുന്നു ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അസ്തഗ്ഫിറുക ലിദംബി വഅസ്അലുക റഹ്മതക അല്ലാഹുമ്മ സിദ്നി ഇൽമാ വലാ തുസിഗ് ഖൽബി ബഅദ ഇദ് ഹദൈതനി വഹബ് ലി മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ് റവാഹു അബൂ ദാവൂദ്. ഉറക്കിൽ നിന്നുണർന്നാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യാറുള്ളത് അവിടുന്ന് ചൊല്ലും ലാ ഇലാഹ ഇല്ലാ അൻത, ആദ്യം തൗഹീദിന്റെ കലിമത്ത് പറഞ്ഞു, എന്നിട്ട് സുബ്ഹാനക, എല്ലാ നഖ്സ് ഐബുകളെ തൊട്ടും പരിശുദ്ധനായ ദാത്തിലും സിഫാത്തിലും അഫ്ആലിലും കമാലിയത്തുടേവനായ നിന്റെ പരിശുദ്ധി ഞാൻ വാഴ്ത്തുന്നു, വബിഹംദിക, നിന്നെ ഹംദ് ചെയ്യലോടൊപ്പം, അസ്തഗ്ഫിറുക ലിദംബി, എന്റെ പാപങ്ങൾക്ക് ഞാൻ നിന്നോട് പൊറുക്കലിനെ തേടുന്നു. പരിഷ്കാരം ഉണ്ടാവും, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പാപമില്ലല്ലോ, മാസൂമല്ലേ എന്ന് പറഞ്ഞാൽ ഉമ്മത്തിനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെയാണ് ചെല്ലേണ്ടതെന്ന് പഠിപ്പിക്കാൻ വേണ്ടി. തങ്ങൾക്ക് ദമ്പില്ല എങ്കിൽ പോലും ബാക്കിയുള്ളവർക്കൊക്കെ ദമ്പുണ്ടാവുമല്ലോ, അപ്പൊ അവരിങ്ങനെയാണ് ചെല്ലേണ്ടത് പഠിപ്പിക്കാൻ വേണ്ടി. പിന്നെ നബി തങ്ങളുടെ ഓരോ നിമിഷവും ദറജ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ മേലെ ദറജയിൽ നിൽക്കുമ്പോൾ താഴെ ദറജയ്ക്ക് നോക്കുമ്പോൾ അതൊരു പോരായ്മയായി കാണുക. അതും ഇസ്തിഗ്ഫാറിൽ പെടും. വഅസ്അലുക റഹ്മതക, പിന്നെ എല്ലാവർക്കും വേണമല്ലോ, വാൻ റഹ്മത്ത് വേണ്ടാത്ത ഒരാളും അടിയാറുകളില്ല. അല്ലാഹുമ്മ സിദ്നി ഇൽമാ, പടച്ചവനെ ഇൽമു കൊണ്ട് എനിക്ക് അഭിവൃദ്ധി നൽകണമേ. ഇൽമാൽ എന്ന് പറഞ്ഞാൽ ഇൽമു കൊണ്ട് അഭിവൃദ്ധി നൽകുക. ഞാൻ രണ്ട് ജാതി ഇൽമുണ്ട്. ഇൽമു കൊണ്ട് ആത്മീയമായ യാതൊരു പുരോഗതിയും നേടാതെ വെറും ഭൗതിക ലക്ഷ്യം വെച്ചുകൊണ്ട് ഇൽമു നേടുക എന്നത് വലിയ കുറ്റകരമാണ്. അത് വരാൻ പാടില്ല. നാഫിയ ഇൽമായിരിക്കണം. അതാണ് എനിക്ക് എനിക്ക് നീ എത്തിത്തരണമേ ഇൽമാൻ. അപ്പൊ സിയാദത്ത് സ്വന്തം നഫ്സിനാണ്. എന്ന് പറഞ്ഞാൽ എന്റെ ആത്മാവിന് നീ അഭിവൃദ്ധിയും പുരോഗതിയും നൽകണം. അത് എന്ത് മാർഗത്തിൽ ഇൽമിന്റെ വഴിയിലൂടെ. കുറെ ഇൽമുണ്ടായിട്ട് കാര്യമില്ല, സിയാദത്ത് നഫ്സിന് കിട്ടുന്ന നൽകുക. വലാ തുസിഗ് ഖൽബി, എന്റെ ഹൃദയത്തെ നീ നേരിന്റെ വഴിയിൽ നിന്ന് വ്യതിചലിപ്പിക്കരുത്. തന്നെ വ്യതിചലനം, പിഴവയ്ക്ക. വലാ തുസിഗ് ഖൽബി ബഅദ ഇദ് ഹദൈതനി, അത് എപ്പോഴും നമ്മൾ പേടിക്കേണ്ട ഒരു വിഷയമാണ്. കുറെ കാലം ഹിദായത്തിലും തഖ്വയിലുമായി ജീവിച്ച് പിന്നീട് അബദ്ധങ്ങൾ വന്ന് വലാലത്തിലും കുഫ്രിയത്തിലും ബിദ്അത്തിലും ഒക്കെ പെട്ടുപോകുന്നവരുണ്ട്. അത് വരാതെ ഹിദായത്തിൽ തന്നെ നീ ഉറപ്പിച്ചു നിർത്തണമേന്ന്. വഹബ് ലീ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ് റവാഹു അബൂ ദാവൂദ്. ഇമാം അബൂ ദാവൂദിന്റെ റിവായത്താണ്. ഹദീസ് നമ്പർ 5061. 1215 عن معاذ بن جبل رضي الله تعالى عنه وعنهم أنه قال قال رسول الله صلى الله عليه وسلم ما من مسلم يبيت, ഒരൊറ്റ മുസ്ലിമായ മനുഷ്യനും തന്നെ രാപ്പാർക്കുന്നില്ല. എങ്ങനെ? അലാ ദിക്രിൻ, ദിക്റിന്റെ മേൽ തന്നെ ദിക്ർ ചൊല്ലിക്കൊണ്ട് കിടക്കുക. അതിനെങ്ങനെ? ത്വാഹിറൻ, അവൻ തന്നെ ശുദ്ധി വരുത്തിയവനായിട്ട് വുളൂ ഒക്കെ ചെയ്ത് ശുദ്ധി വരുത്തി ദിക്ർ ചൊല്ലിക്കൊണ്ട് കിടന്നുറങ്ങി. ഫയതആറു മിനൽ ലൈലി, ഇടക്ക് രാത്രി ഉറക്കമുണരുമ്പോൾ ഫയസ്അലുല്ലാഹ ഖൈറൻ, ആ സമയത്ത് അള്ളാഹുവിനോട് അവൻ എന്ത് ഖൈറിനെ ചോദിച്ചാലും ഇല്ലാ അഅതാഹുല്ലാഹു ഇയ്യാഹു, ആ ഖൈർ അവന് കൊടുക്കാതിരിക്കുകയില്ല അല്ലാഹു തആല. അപ്പൊ കിടക്കുമ്പോൾ നല്ല വുളൂ ചെയ്ത് ശുദ്ധി വരുത്തി ദിക്ർ ചൊല്ലി കിടന്നുറങ്ങിയാൽ ഇടക്കുണരുമ്പോഴൊക്കെ ചെയ്യുന്ന ദുആ അല്ലാഹു തആല ഖബൂലാക്കും. അത് ഇമാം അഹ്മദും അബൂദാവൂദും രണ്ടുപേരും റിവായത്ത് ചെയ്ത ഹദീസാണ്. അബൂദാവൂദ് 5042,
ഇമാം അഹ്മദ് മുസ്ലിം 5-ാം ജുസിൽ 244 റിവായത്ത് ചെയ്തതാണ്. അൻ ശരീഖിൽ ഹവാസിനി അമീർ വ ശരീഖ് താബിയ ശരീഖുൽ ഹവാസിനി റഹ്മഹുല്ലാഹ് തങ്ങളെ തൊട്ട് അന്നഹു ഖാല ദഖൽതു അലാ ആയിഷ റളിയല്ലാഹു തആല അൻഹാ, ഒരിക്കൽ ഞാൻ ബഹദിയായിരിക്കുന്ന ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ സമീപം ചെന്നു. ഫസഅൽതുഹാ, എന്നിട്ട് അവരോട് ഞാൻ ചോദിച്ചു, ബിമ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഫ്തതിഹു ഇദാ ഹബ്ബ മിനൽ ലൈൽ, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി ഉറക്കമുണർന്നാൽ എന്ത് ചൊല്ലിക്കൊണ്ടാണ് അവിടെ നിന്ന് തുടങ്ങുക എന്ന് ചോദിച്ചു. നല്ല ചോദ്യം. കാലത്ത് ആയിഷ റളിയല്ലാഹു തആല പറയാണ്, സഅൽതനി അൻ ഷൈഇൻ, നീ എന്നോട് ചോദിച്ചത് വല്ലാത്തൊരു മഹത്തായ കാര്യത്തെക്കുറിച്ചാണ്. മാ സഅലനി അന്നു അഹദുൻ ഖബ്ലക, ഇങ്ങനൊരു കാര്യം നിന്റെ മുമ്പ് എന്നോട് ആരും ചോദിച്ചിട്ടില്ല. ഉറക്കമുണർന്നാൽ ആദ്യം താച്ചില്ല. ഏതായാലും ആട്ടെ, കാന തങ്ങളായിരുന്നു ഇതാ ഹബ്ബ മിനൽ ലൈൽ, രാത്രി ഉറക്കമുണർന്നാൽ കബ്ബറ അശ്റ 10 വട്ടം അല്ലാഹു അക്ബർ ചൊല്ലും, വഹമിദല്ലാഹ അശ്റ 10 വട്ടം അൽഹംദുലില്ലാഹ് ചൊല്ലും, വഖാല സുബ്ഹാനല്ലാഹി വബിഹംദിഹി അശ്റ 10 വട്ടം സുബ്ഹാനല്ലാഹി വബിഹംദിഹി, ഖാല സുബ്ഹാനൽ മലിക്കുൽ ഖുദ്ദൂസ് അശ്റ, സുബ്ഹാനൽ മലിക്കുൽ ഖുദ്ദൂസ് എന്ന് 10 വട്ടം. പിന്നെ വസ്തഗ്ഫിറുല്ലാഹ അശ്റ, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് 10 വട്ടം, വഹല്ലലല്ലാഹ അശ്റ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് 10 വട്ടം. ثم قال അവസാനം اللهم إني أعوذ بك من ضيق الدنيا وضيق يوم القيامة, ഖിയാമത്ത് നാളിൽ ദുനിയാവിലുള്ള ഇടുക്കത്തെ തൊട്ടും യൗമുൽ ഖിയാമത്തിലുള്ള ഇടുക്കത്തെ തൊട്ടും കാവൽ തേടുന്നു. അശ്റൻ, ഇത് ചൊല്ലിയതിന് ശേഷം സ്വലാ, എന്നിട്ടാണ് നിസ്കാരം തുടങ്ങുക. റവാഹു അബൂദാവൂദ്. ഒക്കെ അദ്കാറിലും ഇമാം നബവി തങ്ങൾ ഉദ്ധരിച്ച ഹദീസുകളാണ്. 5015 നമ്പറായിട്ടാണ് അബൂദാവൂദിന്റെ റിവായത്ത്. അൽ-ഫസ്ലു സാലിസു 1217 അൻ അബീ സഈദ് റളിയല്ലാഹു തആല അൻഹു, ഇമാം അബൂ സഈദ് അൽ-ഖുദ്രി റളിയല്ലാഹു തആല അൻഹു തങ്ങളിൽ നിന്നിട്ട് അന്നഹു ഖാല കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖാമ മിനൽ ലൈലി, രാത്രി തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി അവിടെ നിന്ന് എഴുന്നേറ്റാൽ അവിടെ നിന്നായിരുന്നു കബ്ബറ, നിസ്കാരത്തിന് തക്ബീർ ചൊല്ലും. തക്ബീർ കെട്ടിയിട്ട് സുമ്മ ഖൂലു, ഇസ്തിതാഇന്റെ ദുആയിൽ പറയും, സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക വതബാറക ഇസ്മുക വതആല ജദ്ദുക വലാ ഇലാഹ ഗൈറുക എന്ന് ചൊല്ലിയിട്ട് സുമ്മ ഖൂലു അല്ലാഹു അക്ബർ കബീറ എന്ന് തുടങ്ങുന്നു. അല്ലാഹു അക്ബർ കബീറ അൽഹംദുലില്ലാഹി കസീറ സുബ്ഹാനല്ലാഹി വബിഹംദിഹി ബുക്റതൻ വഅസീല എന്ന് പറയുന്ന ദിക്ർ. സുമ്മ ഖൂലു അഊദു ബില്ലാഹി സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം, റഹ്മത്തിനെ തൊട്ട് ആട്ടിദൂരത്താക്കപ്പെട്ട പിശാചിനെ തൊട്ട് എല്ലാം അറിയുന്നവനും കേൾക്കുന്നവനുമായ അല്ലാഹുവിനോട് ഞാൻ കാവൽ ചോദിക്കുന്നു. എന്തിനെ തൊട്ട്? മിൻ ഹമസിഹി, അവന്റെ വസ്വാസ്, അവൻ മനുഷ്യന്റെ മനസ്സിലുണ്ടാക്കുന്ന വസ്വാസുകളെ തൊട്ട്, അതാണ് അതിന്റെ ഒരർത്ഥം. വനഫഹിഹി, അവന്റെ നഫഹ് പറഞ്ഞാൽ മനുഷ്യന്റെ മനസ്സിൽ ഇല്ലാത്ത കിബറും ഉജുബും ഇട്ട് തരുന്നതിനെ തൊട്ട്. വനഫസിഹി പറഞ്ഞാൽ സിഹർ, അപ്പൊ സിഹറിനെ തൊട്ട് കിബറിനെ തൊട്ട് അതുപോലെ തന്നെ വസ്വാസിനെ തൊട്ടു കാവലിന് തൊടുന്നു എന്ന് ഫാത്തിഹന്റെ മുമ്പാണ്. റവാഹു തുർമദിയു അബൂദാവൂദ് നസായി. വസാദ അബൂദാവൂദ് ബഅദ ഖൗലിഹി വലാ ഇലാഹ ഗൈറുക എന്ന് പറഞ്ഞതിന് ശേഷം അബൂദാവൂദിന്റെ റിവായത്തിൽ ഇങ്ങനെയുണ്ട്, സുമ്മ യഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് സലാസൻ. വഫി ആഖിരിൽ ഹദീസ് സുമ്മ യഖറഉ അഊദു ബില്ലാഹി സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം മിൻ ഹമസിഹി വനഫഖിഹി വനഫസിഹി എന്ന് ഓതിയതിന്റെ ശേഷമാണ് ഫാത്തിഹ സൂറത്ത് ഓതാൻ തുടങ്ങുക എന്നുകൂടി അബൂദാവൂദിന്റെ റിവായത്തിൽ കൂടുതലുണ്ട്. മറ്റു ഹദീസുകളുള്ളത് 1218 അൻ റബീഅത്ത് ബിൻ കഅബിൽ അസ്ലമി റളിയല്ലാഹു തആല അൻഹു, മഹാനായ റബീഅത്ത് ബിൻ കഅബിൽ അസ്ലമി റളിയല്ലാഹു അൻഹു രാത്രി സമയത്തുള്ള ഖാദിമാണ്. ഖാല, മഹാനവറുകൾ പറയാണ്, കുന്തു അബീതു, ഞാൻ രാത്രി പാർക്കുമായിരുന്നു ഇൻദ ഹുജ്റത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ ഹുജ്റ ശരീഫിന്റെ സമീപത്ത്. എന്തിനാ?
രാത്രി ആളുകളാരും ഉണ്ടാവില്ലല്ലോ. അപ്പൊ തങ്ങൾക്ക് രാത്രി വല്ല ആവശ്യവും നേരിട്ടാൽ ആ ഹിദ്മത്ത് ചെയ്യാനും അവിടത്തെ വീട് സംരക്ഷിക്കാനൊക്കെ ഉദ്ദേശിച്ചുകൊണ്ട് അവിടെ ഹിദ്മത്തിലായി രാത്രി അവിടത്തെ ഹുജറ ഷരീഫിന്റെ അടുത്ത് തന്നെ ഉണ്ടാവും. വഹുന്തു അസ്മഅഹു, ഞാൻ തങ്ങളെ കേൾക്കുമായിരുന്നു. ഇദാ ഖാമ മിനൽ ലൈലി, രാത്രി അവിടുന്ന് എഴുന്നേറ്റാൽ യഖൂൽ, അവിടുന്ന് ചൊല്ലും സുബ്ഹാന റബ്ബിൽ ആലമീൻ എന്ന്. അൽ ഹവിയ, കുറെ നേരം അങ്ങനെ ചെല്ലും. ഇത്ര വട്ടം എന്ന് പറഞ്ഞില്ല, കുറെ സമയം അങ്ങനെ ചെല്ലും. സുമ്മ യഖൂലു സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് ചൊല്ലും, അതും അൽ ഹവിയ, കുറെ സമയം ഇങ്ങനെ ചെല്ലാറുണ്ടായിരുന്നു. റവാഹു നസാഇ. ഈ റിവായത്ത് റബീഅത്ത് ബിൻ കഅബ് അസ്ലമിയിൽ നിന്നിട്ടുള്ള റിവായത്ത് നസായിന്റെ വലിയ തുർമദി നഹ്വഹു. ലഫ്ദിൽ ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിലും ഏകദേശം ഇതിനോട് അടുത്ത ലഫ്ദ് തുർമദിയിലും ഉണ്ട്. വഖാല, ഈ തുർമദി ഹദീസിനെ പറ്റി ഹദീസുൻ ഹസനുൻ സഹീഹ് എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.